ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ പ്രിയമുള്ള ശാലോം TV പ്രേക്ഷകരെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്താണ്? അത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെ മനസ്സിലാക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈശോയെ അനുഗമിക്കുന്ന ഒരു യഥാർത്ഥ ശിഷ്യൻ എങ്ങനെയായിരിക്കും എന്നാണ്. ഞാൻ ആ വചനം വായിക്കേണ്ടതില്ല. കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആരംഭിക്കുന്ന ഈ വചനങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥത തെളിയിക്കപ്പെടേണ്ടത് അവൻ്റെ ജീവിതം കൊണ്ടാണ്. അവൻ്റെ വാക്കുകൾ കൊണ്ടല്ല, അവൻ്റെ ജീവിതം കൊണ്ടാണ്. അതാണ് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ പോരാ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അവൻ്റെ ജീവിതമാണ് അവൻ്റെ ആത്മാർത്ഥത തെളിയിക്കേണ്ടത്. നല്ല വാക്കുകൾ ഒരിക്കലും നല്ല പ്രവൃത്തികൾക്ക് പകരമായി നിൽക്കില്ല. അപ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ നല്ല വാക്കുകളൊക്കെ പറയുന്നവരുണ്ട്. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ നാം എടുത്താൽ ഉടനെ തന്നെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഒക്കെ പറയുന്നവരുണ്ട്. ആ വാക്കുകൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ജീവിതം അതനുസരിച്ചുള്ളതല്ലെങ്കിൽ അത് കൗണ്ടർ വിറ്റ്നസ്സിംഗ് ആണ്, എതിർ സാക്ഷ്യമാണ് എന്ന് തന്നെ ഞാൻ പറയും. ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അയാളുടെ ഹൃദയം തകരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഇതിൽ യാതൊരു അർത്ഥവുമില്ല. സാധാരണ മനുഷ്യരുടെ കാര്യമെടുത്ത്, ഭർത്താവ് ഭാര്യയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണ് അയാളിൽ നിന്ന് വരുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയാം അതിലെന്താ കാര്യം ഇരിക്കുന്നത്? ഇനി ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടെല്ലാം നല്ലത് പറയുന്നു, ജീവിതം കൊണ്ട് ദൈവത്തെ തിരസ്കരിക്കുന്നു എങ്കിൽ ആ ജീവിതം അർത്ഥമില്ലാത്തതാണ് എന്ന് നമുക്കറിയാം. വിശ്വാസപ്രമാണം ചെല്ലാൻ എളുപ്പമാണ്, എന്നാൽ വിശ്വാസ ജീവിതം പ്രയാസമാണ്. വിശ്വാസപ്രമാണം പലർക്കും കാണാതെ അറിയാം. സർവശക്തനായ തുടങ്ങിയാൽ മതി, പിന്നെ അങ്ങ് പോക്കാം. ആരെയും അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വിശ്വാസം പ്രവൃത്തിയിലാകുന്നത് പ്രവൃത്തിയില്ലാതാകുന്നത് വലിയ വൈരുദ്ധ്യമാണ്. അനുസരണയില്ലാത്ത സ്നേഹം അസാധ്യമാണ്. ഇപ്പം എൻ്റെ വാക്കുകളെക്കാളുപരി എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കണം. അതാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത്. ഈ കഥ ഇംഗ്ലണ്ടിലെ ഒരു കഥയാണ്. നമ്മുടെ പശ്ചാത്തലം നമുക്ക് ചിന്തിക്കാം. ഒരു വികാരിയച്ഛനെ ഇടവക്കാർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. വികാരിച്ചോണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് വികാരിയച്ഛൻ വീടുകളൊക്കെ സന്ദർശിക്കുന്ന വികാരിച്ചനായതുകൊണ്ട് കഷ്ടപ്പെടാതെ വീട് സന്ദർശിച്ചോട്ടെ, ഒരു ഗ്രാമപ്രദേശമാണിത്. അതുകൊണ്ട് വികാരിച്ചൻ അവരെല്ലാവരും കൂടെ ഒരു സമ്മാനം മേടിച്ചു കൊടുത്തു. ഇടവക്കാർ സമ്മാനം വേറൊന്നും ആയിരുന്നില്ല, ഒരു കുതിരയാണ്. അച്ഛൻ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ വീടുകളൊക്കെ സന്ദർശിക്കും. സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞുപോയി. എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാകാറുള്ളത് പോലെ ആ അച്ഛന് ട്രാൻസ്ഫറായി, ആ അച്ഛന് സ്ഥലം മാറ്റമായി. അച്ഛൻ പോകാൻ നേരത്ത് വിചാരിച്ചു, ഞാൻ പോകുന്ന പുതിയ ഇടവകയിൽ കുതിരയുടെ അത്ര ആവശ്യമില്ല, യാത്രാ സൗകര്യമൊക്കെ ഉള്ള ഇടവകയാണ്. പക്ഷെ ഇവിടെ
ഗ്രാമപ്രദേശമായതുകൊണ്ട് കുതിര വേണം. ഞാൻ കുതിരയെ കൊണ്ടുപോകുന്നില്ല, കുതിര ഇവിടെ തന്നെ കെട്ടിയിട്ടേക്കാം എന്ന് വിചാരിച്ചു. പുതിയ അച്ഛൻ ഉപയോഗിച്ചോട്ടെ. അച്ഛൻ വളരെ സ്നേഹത്തോടെ പുതിയ അച്ഛനൊരു കത്തെഴുതി, നമുക്കിവിടെ ഒരു കുതിരയുണ്ട്, അച്ഛൻ ആ കുതിരയെ പുറത്ത് കയറുമ്പോൾ ദൈവോന്മുഖമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുകൊണ്ട് ഞാൻ ആ കുതിരയെ പ്രാർത്ഥന പഠിപ്പിച്ചു. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്: കുതിരപ്പുറത്ത് കയറിയിരുന്ന് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ കുതിര ഓടാൻ തുടങ്ങും. ആമേൻ എന്ന് പറയുമ്പം കുതിര നിൽക്കും. ഇതാണ് പ്രാർത്ഥന പഠിപ്പിച്ചു. അപ്പോൾ അച്ഛനങ്ങനെ സന്തോഷമായിട്ട് കുതിരപ്പുറത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി കഴിഞ്ഞുകൂടിയതാണ്. അവിടെ പുതിയ അച്ഛൻ എഴുതി, ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അച്ഛൻ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ കുതിര ഓക്കെ. നിങ്ങളൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ അച്ഛനും ഓരോ ടൈപ്പാണ്. പുതിയ അച്ഛൻ വിചാരിച്ചു, ഓ എന്നാ കുതിര എന്നാ പ്രാർത്ഥന. അച്ഛൻ ഇടവക വന്നെങ്കിലും കുതിരപ്പുറത്തൊന്നും കയറിയില്ല. 6 മാസം കുതിരപ്പുറത്ത് കയറാതെ കഴിഞ്ഞുകൂടി. ഇടവക്കാർ പറഞ്ഞ, അച്ഛാ ഒന്നുകിൽ അച്ഛൻ കുതിരയെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അച്ഛൻ കുതിരയെ വിറ്റുകള, അല്ലെങ്കിൽ നമ്മൾ വെറുതെ അതിന് തീറ്റ കൊടുക്കുകയല്ലേ. അച്ഛൻ പറഞ്ഞ് വിറ്റ് കളയണ്ട, കാരണം ഞാൻ മാറിക്കഴിയുമ്പോൾ പുതിയ വികാരിച്ചൻ വരും, വികാരിച്ചന് കുതിര ആഗ്രഹമാവും, ഞാൻ കാരണം വിറ്റു എന്നൊരു പ്രശ്നം വരും, അത് വിൽക്കണ്ട, ഞാൻ ഉപയോഗിച്ചോളാം. അന്ന് അങ്ങനെയാട്ടെന്ന് പറഞ്ഞു. അച്ഛൻ കുതിരപ്പുറത്ത് കയറിയിരുന്നു. നടകുതിര, ഓടുകുതിര, നിൽക്കുകുതിര, കുതിര അനങ്ങത്തില്ല. അപ്പോൾ അച്ഛൻ ഓർത്ത് കുതിരപ്പുറത്തിരുന്ന് ഏതാണ്ടൊരു പ്രാർത്ഥന അങ്ങേര് പറഞ്ഞായിരുന്നു. എന്നതാണോ ഓർക്കുന്നില്ല, എന്നതാണോ ഏതാണ്ട് ഹല്ലേലൂയാന്നോ ഹല്ലേലൂയാന്ന് കേൾക്കുകയും കുതിര പതുക്കെ അനങ്ങാൻ തുടങ്ങി. കുതിര അനങ്ങിയ സന്തോഷത്തിൽ അച്ഛൻ വാക്കൊക്കെ മറന്നു. അച്ഛൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, സിൻസിയറായിട്ട് ഹാലലൂയ 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 എന്ന് സ്തുതിക്കുകയും കുതിര ഭയങ്കര സ്പീഡിൽ വിടാൻ തുടങ്ങി. കുതിര ഓട്ടം, ഭയങ്കര ഓട്ടം. കുതിരയെ നിർത്താൻ നോക്കിയിട്ട് നിൽക്കുന്നില്ല. കുതിര വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. എൻ്റെ ദൈവമേ, ആ കുന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വലിയ കൊക്കയാണ്. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നോ? അച്ഛനാകപ്പാടെ അസ്വസ്ഥയായി. നിർത്താൻ ഏതോ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഞാനൊട്ടത് ഓർക്കുന്നുമില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ആകപ്പാടെ വിഷമമായി. അതുകൊണ്ട് അച്ഛൻ വിചാരിച്ചു, ഏതായാലും എൻ്റെ പൗരോഹിത്യ ജീവിതം ഈ കുതിരപ്പുറത്ത് തീരും. അതുകൊണ്ട് പാപങ്ങളെക്കുറിച്ചെല്ലാം മനസ്തപിച്ച് നല്ല മരണം സ്വീകരിക്കാം എന്ന് വിചാരിച്ച് അച്ഛൻ മനസ്താവ പ്രകടനം ചൊല്ലി. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും, അച്ഛനിങ്ങനെ പ്രാർത്ഥന ചൊല്ലി, ഇനിയൊരു പാപം ചെയ്യുന്നതിന് മുമ്പ് മരിക്കാൻ ആസ്തമായിരിക്കുന്നു, ആമേൻ എന്ന് പറയുകയും കുതിര പിടിച്ച പിടിയാലെ നിന്നു. ഒയ്യോ, അച്ഛന് ഭയങ്കര സന്തോഷമായി. കാരണം കുന്നിൻ്റെ മുകളിൽ ചെന്നു, ഇനി ഒരു സ്റ്റെപ്പൂടെ നീങ്ങിയാൽ കുതിര കൊക്കയ്ക്കകത്ത്. അപ്പോൾ ആമേൻ എന്ന് ചൊല്ലിയതുകൊണ്ടാണ് കുതിര നിന്നത് എന്ന് അച്ഛന് മനസ്സിലായില്ല. അച്ഛൻ വിചാരിച്ചത് പാപങ്ങളെക്കുറിച്ചെല്ലാം മനസ്തപിച്ച് ദൈവത്തോട് മാപ്പ് പറഞ്ഞപ്പോൾ ദൈവം കരുണ തോന്നി കുതിരയെ പിടിച്ച് നിർത്തിയതാണ് എന്നോർത്തു. അതുകൊണ്ട് അച്ഛൻ ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഈ അച്ഛൻ്റെ ജീവിതം അവിടെ തീരുകയാണ്. എനിക്കത് നിങ്ങളോട് പറയാൻ കാരണം, കുതിരയെ പ്രാർത്ഥന പഠിപ്പിച്ചാൽ അതിന് പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞുകൂടാ, യാന്ത്രികമായ ഉരുവിടലാണ് സംഭവിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമില്ലാതെ നമ്മൾ ഉരുവിടുന്ന പ്രാർത്ഥനകൾ അപകടകാരികളാണ്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ഓക്കെയാണ്. കുർബാനയ്ക്ക് എന്നാൽ ചിലർക്ക് സീറോ മലബാർ കുർബാനയാണെങ്കിൽ
അന്നാ പെസഹ തിരുനാൾ മുതൽ ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടെ വരെ കാണാപ്പാടം അറിയാം. പുസ്തകമൊന്നും വേണ്ട, ഒറ്റ വിടിയിലാണ്. എന്നാൽ എന്തുമാത്രം ആ പ്രാർത്ഥനകൾ മനസ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. എന്തുമാത്രം ആ കുർബാന അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥ ശിഷ്യൻ, യഥാർത്ഥ ക്രിസ്ത്യാനി തൻ്റെ ജീവിതം കൊണ്ട് വേണം തെളിയിക്കാൻ എന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2, വിധിയുടെ മുൻപിൽ നാം ഒരിക്കൽ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ വളരെ നാളുകൾ നമുക്ക് അഭിനയത്തിലും കളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞേക്കാം. കുറച്ച് നാളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നല്ല മുഖമൊക്കെ കാണിച്ച് അഭിനയിച്ചൊക്കെ നിൽക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ദിനം എല്ലാം വെളിച്ചത്ത് വരും. നമുക്കൊരിക്കലും ദൈവത്തെ കബളിപ്പിക്കുവാനാവില്ല. കുറച്ചൊക്കെ നമുക്ക് നമ്മളുടെ അഭിനയം കൊണ്ട് നമ്മൾ പുറമേയൊക്കെ നല്ല വെൽ ഡ്രസ്ഡ്, വെൽ ബിഹേവിങ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും. പക്ഷേ തനിനിറം പുറത്തു വരും താമസിയാതെ. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സങ്കീർത്തനം 139:2, സങ്കീർത്തനം 139:2 ഇങ്ങനെ പറയുന്നു: അങ്ങ് ദൂരത്ത് വെച്ച് തന്നെ എൻ്റെ വിചാരങ്ങൾ അറിയുന്നു. വളരെ ദൂരത്ത് വെച്ച് തന്നെ ദൈവം നമ്മുടെ വികാരങ്ങൾ അറിയുകയാണ്. അതിന് കർത്താവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹൃദയം കാണുന്ന ദൈവത്തെ കബളിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവ് എപ്പോഴും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. യോഹന്നാൻ 1:47, ഇതാ കാപട്യമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ. ഹൃദയം കാണാതെ അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. യോഹന്നാൻ 2:23, മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്തെന്ന് ദൈവം അറിയുന്നു. യോഹന്നാൻ 3, നിക്കോദേമസിനോട് ഈശോ പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. യോഹന്നാൻ 4, സമറിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഹൃദയം കാണുന്ന കർത്താവാണ്. അപ്പോൾ കർത്താവിന് നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ ഒക്കെ അറിയാം. അതിന് ദൂരെ വെച്ച് തന്നെ അത് മനസ്സിലാക്കുന്നെന്ന സങ്കീർത്തന വാക്യം ഹൃദയത്തിൽ ഓർക്കുക. ഈശോയുടെ തിരുഹൃദയം നമ്മെ എപ്പോഴും കാണുന്നുണ്ട്. ആ ബോധ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. 3, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, വിശുദ്ധിയും സിദ്ധിയും തമ്മിൽ അഭേദ്യമായ ബന്ധമില്ല. ഒരിക്കൽ കൂടി പറയട്ടെ, വിശുദ്ധിയും സിദ്ധിയും തമ്മിൽ അഭേദ്യമായ ബന്ധമില്ല. ദൈവം ഒരാൾക്കൊരു സിദ്ധി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ വിശുദ്ധനായിരിക്കണമെന്നില്ല. ഇന്ന് നമ്മളെല്ലാം സിദ്ധികളുടെ പുറകെ ഓടുന്ന ആളുകളാണ്. എവിടെ സിദ്ധിയുണ്ടോ അവിടെ ആൾക്കൂട്ടമുണ്ട്. വചനപ്രഘോഷണം എന്ന് കേട്ടാൽ അധികം ആളുകൾ പോകത്തില്ല. കൂടെ ഒരു വാക്കൂടെ ചേർത്താൽ കുഴപ്പമില്ല. രോഗശാന്തി ശുശ്രൂഷയും വചനപ്രഘോഷണം, കുഴപ്പമില്ല. കാരണം അവിടെ ആളുകൾ കൂടുകയാണ്, സിദ്ധിയുണ്ട് അവിടെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് സിദ്ധികൾ, ഉള്ളറിയുന്ന ആളുകൾ, കണ്ണടച്ചിട്ട് എൻ്റെ ഭാവി പറയുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്ത് ആളുകൾ വളരെയേറെ കൂടുകയാണ്. അത് പ്രതീക്ഷിക്കുകയാണ്. അതാണ് ആത്മീയത എന്ന ചിന്തയാണ്. എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, അച്ഛൻ ഒത്തിരി വചനമൊക്കെ പറയുന്ന ആളല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അച്ഛന് ദർശനവരമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കില്ല. ഞാൻ പറയാം അങ്ങോട്ട്, ഇല്ല അച്ഛനുണ്ട്, അച്ഛൻ ചുമ്മാ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ധിയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ സഭ പഠിപ്പിക്കുന്നതാണ്, സിദ്ധിയും വിശുദ്ധിയുമായി അഭേദ്യമായ ബന്ധമില്ല. ഒരു സിദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതാണ്, അതാർക്കും ദൈവത്തിന് കൊടുക്കാം. നമ്മൾ കേട്ടിട്ടില്ലേ, വല്ലഭന തുരുമ്പും ആയുധം. ദൈവത്തിന് ഏത് തുരുമ്പിനെ ഉപയോഗിച്ച് സിദ്ധികൾ കൊണ്ടുവരാം. പക്ഷെ അതും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല. നമ്മളെപ്പോഴും വേർതിരിച്ചറിയണം. അതുകൊണ്ടാണ് പലപ്പോഴും ചില സിദ്ധികളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾ
ചിലപ്പോൾ ചില പാളിച്ചകളിലേക്ക് എത്തുമ്പോൾ ചിലർക്ക് വലിയ വിഷമമുണ്ടാവും. ഞാനതൊരിക്കലും അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല, അയാളെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഓടിയത് എന്നൊക്കെ പറയാറുണ്ട്. ഞാനെപ്പോഴും പറയും, ഈശോയെ മുൻപിൽ കണ്ടുകൊണ്ട് മാത്രം വേണം നമ്മൾ ഓടുവാൻ. അല്ലാതെ നമ്മൾ ഓടിയാൽ ഒരിക്കലും അത് ശരിയാവുകയില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. തുടർന്ന് ഈശോ പറയുകയാണ്, എൻ്റെ വചനങ്ങൾ ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ആ ഉദാഹരണമാണ് ഈശോ ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അടിത്തറ നല്ലതായുള്ള ഒരു വീടിന് കാറ്റടിച്ചാലും കുഴപ്പമില്ലാതെ നിൽക്കാം. ഇതുപോലെ അടിത്തറ ശരിയായിട്ടുള്ള മനുഷ്യൻ പരിശോധനയിൽ തളരാതെ നിൽക്കും. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ പിണങ്ങരുത്. ചില ആളുകളെങ്കിലും പെട്ടെന്ന് ഒരു അനുഭൂതി തോന്നി മറ്റു ചില സെക്സിൻ്റെ പുറകെ, ചില വിഭാഗങ്ങളുടെ പുറകെ പോകുന്നതിനൊരു കാരണം അടിത്തറയില്ല. കൊച്ചുനാളിൽ വേണ്ടിടത്തോളം ശരിയായ കത്തോലിക്ക വിശ്വാസം കൊടുത്തിരുന്നില്ല. അപ്പോൾ അടിത്തറയില്ലാതെ വന്നപ്പോൾ പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി, ഉടനെ എടുത്തു ചാടി അങ്ങോട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. പലരുടെയും ജീവിതത്തെ വിലയിരുത്തിയപ്പോൾ മനസ്സിലായിട്ടുള്ളതാണ്. അടിത്തറ ശരിയായിട്ടുണ്ടെങ്കിൽ അവർ ഒരു പരിശോധനയിലും തളരാതെ ജീവിക്കും എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഈശോ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ശ്രവിക്കണം. ഈശോ പഠിപ്പിച്ചതും സഭ പഠിപ്പിക്കുന്നതും പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആരും അറിവില്ലെന്ന് ഭാവിക്കത്തുമില്ല, എല്ലാം അറിയാം എന്ന ഭാവത്തിലാണ്. ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പോൾ വിചാരിച്ചമാർ പങ്കുവെക്കും, ഓ അച്ഛനേക്കാൾ നന്നായിട്ട് വചനം ഞാൻ വേണേൽ പഠിപ്പിക്കാം, അച്ഛനേക്കാൾ നന്നായിട്ട് ഞാൻ വേണേൽ പ്രസംഗിക്കാം, പിന്നെ എന്തിനാണ് വചനത്തിന് വരുന്നത്? ഇങ്ങനെയുള്ള ചിന്തകൾ പുലർത്തുന്ന ആളുകൾ ഇന്നുണ്ട്. പലർക്കും ഈശോ പറഞ്ഞതിനെപ്പറ്റി തെറ്റായ ആശയങ്ങളുണ്ട് താൻ. ആദ്യം ചെയ്യേണ്ടത് ഈശോയെ ഞാൻ ശ്രവിക്കണം. ഈശോയെ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കരുത്, കണ്ണടച്ചിരിക്കുമ്പോൾ ഈശോ അശരീരി ശബ്ദത്തിൽ എന്നോട് സംസാരിക്കുമെന്നല്ല. ഈശോയെ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ സഭയെ ശ്രവിക്കുകയാണ്. ഇന്ന് ഈശോ സഭയിലാണ് സന്നിഹിതമാവും. അതുകൊണ്ട് സഭയെ കേൾക്കുന്ന ഈശോയെ കേൾക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈശോയെ കേൾക്കുവാൻ, സഭയെ കേൾക്കുവാൻ തയ്യാറാവണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്, മനുഷ്യൻ ചെയ്യണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു. ഈ വചനം അനുസരിച്ച് ജീവിക്കുക. അതാണ് ഞാൻ ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. കേട്ടാൽ മാത്രം പോരാ, കേട്ടത് പ്രാവർത്തികമാക്കണം. കേട്ട് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ യാതൊരു ഫലവുമില്ല. ഈശോ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്നവരെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പണ്ടങ്ങ് കേട്ട ഒരു കഥയാണിത്. മരിച്ച് സ്വർഗത്തിൽ ചെന്ന ഒരാളെയും കൊണ്ട് സ്വർഗമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പത്രോസ്ലീഹ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയപ്പോൾ ഈ മനുഷ്യൻ കണ്ട ഒരു അത്ഭുതമാണ്. ഇതാ ഒരു അലമാരയിൽ കുറേ ചെവികളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ചെവികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടനെ പത്രോസ്ലീഹായോട് ഒരു സംശയം ചോദിച്ചു, ഇതെന്താ ഈ ചെവികൾ മാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നു, മനുഷ്യരൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ പത്രോസ്ലീഹ പറഞ്ഞ ഇങ്ങനെയാണ്, ഇത് വചനം ശ്രവിച്ച ചെവികളാണ്. ആ വചനം ശ്രവിച്ചതുകൊണ്ട് ആ ചെവികൾ വിശുദ്ധീകൃതമായി. പക്ഷേ ജീവിതത്തിൽ ഉൾക്കൊള്ളാനോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ അവർ പരിശ്രമിച്ചില്ല. അതുകൊണ്ട് ആ വചനം കേട്ട ചെവികൾ അത് വിശുദ്ധമായതുകൊണ്ട് അതിവിടെ ഇതാ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് ഈ പത്രോസ്ലീഹ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെക്കുന്നത്, വചനം ശ്രവിക്കുന്നത് വളരെ നല്ലതാണ്, വചനം പഠിക്കുന്നത് വളരെ നല്ലതാണ്.
അതിനുള്ള തീവ്രത നല്ലതാണ്, പലർക്കും ഉണ്ട്, വെരി ഗുഡ്. പക്ഷേ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ഫലം നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വചനം കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത് എന്നീ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. മൂന്നാമത്, ശ്രവണവും പ്രവർത്തനവും ഒന്നിച്ചു വരുന്നത് അനുസരണത്തിലാണ്. ശ്രവണവും പ്രവർത്തനവും ഒന്നിച്ചു വരുന്നത് അനുസരണത്തിലാണ്. അനുസരണത്തിൽ ഇത് രണ്ടുമുണ്ട്, ശ്രവണം, പ്രവർത്തനം. കേൾക്കണം, അത് ജീവിക്കണം. ഇത് രണ്ടും വരുന്ന അനുസരണത്തിലാണ്. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് മനുഷ്യൻ ഇതിൻ്റെ കുറവുകൾ കാണുന്നുണ്ട്. ഇത് ചെയ്യുന്നവൻ ഒരിക്കലും പതറുകയില്ല, അവൻ സുരക്ഷിതനായിരിക്കും. ഈ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഇടവക്കാരൻ വന്നു. അല്പം മയക്കം കൂട്ടി, രാത്രി ആയപ്പോഴാണ് വന്നത്. ആരും കേൾക്കാതിരിക്കാനും ആരും അറിയാതിരിക്കാനും വേണ്ടിയാണ് രാത്രി വന്നത്. എന്നോട് പറയുകയാണ്, അച്ഛാ, ഒത്തിരി പേര് വചനം കേൾക്കുന്നുണ്ട്, ഒത്തിരി പേര് ആത്മീയതയിൽ മുൻപിലാണെന്ന് ഭാവിക്കുന്നുണ്ട്. എന്നിട്ട് ചിലരൊക്കെ പേരൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അവരുടെ ജീവിതത്തിൽ യാതൊരു ഫലവുമില്ല. അവർ വചനമൊക്കെ കേൾക്കുന്നുണ്ട്, അവർ ആത്മീയതയിൽ വളരെ മുൻപിലാണെന്ന് അവർക്ക് തന്നെ ചിന്തയുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇല്ലച്ചോ. ഈ വചനമൊന്നും കേൾക്കാതെ ഒരുപക്ഷെ അല്പം മദ്യപിച്ച് തിന്മയിൽ ജീവിക്കുന്നത് നമ്മൾ കരുതുന്ന ചില വ്യക്തികളെക്കാൾ കെടയാണ് സോ കോൾഡ് ക്രിസ്ത്യൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാനെന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചെന്നാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെ ശരിയാണ്. നമ്മൾ കേൾക്കും, നമ്മൾ സ്വീകരിക്കുന്നു, പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് മറന്നു പോകുന്നു. അങ്ങനെയുള്ളവർ വാസ്തവത്തിൽ ഒരു കൗണ്ടർ വിറ്റ്നസ്സിംഗ് ആണ്, എതിർ സാക്ഷ്യമാണ് നടത്തുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇന്ന് പല ആളുകളും സഭയെ വിമർശിക്കുന്നത് എന്താണെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അച്ഛാ, പ്രഘോഷണം ഒത്തിരിയുണ്ട്, പക്ഷേ അത് ജീവിതത്തിൽ കാണുന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും ഒരാത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയുന്നവ അല്ലെ പ്രഘോഷിക്കുന്നവ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കാര്യം ദൈവഹിതമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്? ഞാൻ എപ്പോഴും പറയും, 3 ചാനലുകളാണ്. ഒന്നാമത്തെ ചാനൽ മനസ്സാക്ഷി, 2 പ്രാർത്ഥന, 3 അധികാരികൾ. മനസ്സാക്ഷി ചിലപ്പോൾ തെറ്റിപ്പോകാം. ഫോംഡ് കോൺഷ്യൻസ് അല്ല, രൂപവത്കൃത മനസ്സാക്ഷി അല്ലെങ്കിൽ തെറ്റുകൾ വരാം. പ്രാർത്ഥനയിൽ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ കടന്നു വരാം. എന്നാൽ ഷുവർ ചാനൽ ഞാൻ പറയും അധികാരികളാണ്. അധികാരികൾക്ക് തെറ്റുപറ്റുകയില്ലേ? പറ്റാം. ഞാൻ പറയും അധികാരികൾക്ക് തെറ്റുപറ്റിയാൽ അത് അവർക്ക് കുഴപ്പമായിരുന്നോളും, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ അധികാരികളിലൂടെ ദൈവഹിതം കണ്ട് അത് നിറവേറ്റുന്ന ഒരുവൻ ദൈവത്തിന് മുമ്പിൽ സംപ്രീതനാണ്. അതുകൊണ്ട് സഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് ദൈവഹിതമായി കണ്ടുകൊണ്ട് അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ അനുസരണയുള്ളവരാവുകയാണ്. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈശോയുടെ വചനത്തിൽ പറഞ്ഞതുപോലെ വചനം കേൾക്കുകയും
എന്നാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരാകാതെ കേട്ട് അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് നിനക്ക് രക്ഷയായി ഭവിക്കും. അവസാനം പറഞ്ഞു നിർത്തി ഈശോ, അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അവൻ്റെ പ്രബോധനങ്ങളെല്ലാം ജീവിതത്തിൽ അടിത്തറയിട്ടതാണ്. അതിന് നമുക്കും കഴിയണം, നമ്മുടെ ജീവിതത്തിന് കഴിയണമെന്ന് വളരെ സ്നേഹപൂർവ്വം അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന് അനുയോജ്യമായ, തമ്പുരാന് അനുയോജ്യമായ ഒരു ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ, വചനം സ്വീകരിച്ച് പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ നമുക്കേവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഈശോയുടെ ഇതിനു മുമ്പാകെ പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ കർത്താവേ, നിങ്ങളുടെ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്നവർ മാത്രമാവാതെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, പ്രാവർത്തികമാക്കുവാൻ ഈയുള്ളവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും സദാ പരിഹരിക്കുന്ന അങ്ങ് ഈ നിമിഷം കടന്നു വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ പ്രിയമുള്ള ശാലോം TV പ്രേക്ഷകരെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് മിശിഹായുടെ വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തെ പറ്റിയാണ്. ഈ സ്നേഹം പ്രകടമാക്കിയ ഒരു ചെറിയ സംഭവം അച്ഛൻ ബൈബിളിൽ നിന്ന് എടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈശോ അവനോട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. ഈ സംഭവം നമ്മളെടുത്ത് ധ്യാനിക്കുമ്പോൾ ഈശോ ഇവിടെ ചെയ്യുന്നത് തൊടുവാൻ പാടില്ലാത്തവരെ തൊടുകയാണ്. ഇന്നത്തെ പശ്ചാത്തലത്തിലെടുത്താൽ പോരാ, അന്ന് നിയമത്തിൽ പോലും സ്പർശിക്കരുതാത്ത ഇവരെ സ്പർശിച്ചുകൊണ്ട് ദൈവസ്നേഹം പ്രകടമാക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം അത്രയധികം വെറുക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു രോഗമായിരുന്നു. ഇവിടെ ദൈവസ്നേഹം എല്ലാ വരമ്പുകളെയും മുറിച്ച് പുറത്തു കിടക്കുകയാണ്. നാം ഈ സ്നേഹത്തിൽ എന്തുമാത്രം മുന്നോട്ട് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടെ ഈശോ അതിർവരമ്പുകൾ ലംഘിച്ച് ഒരു കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം സ്നേഹത്തോടെ മറ്റൊരിടത്തേക്ക് ചെല്ലണമെന്ന് ഇതെനിക്ക് മനസ്സിലാക്കി തരുകയാണ്.
ഞാൻ അല്പം കൂടെ കുടുംബത്തിലേക്കൊന്ന് കടന്നാൽ, ചിലപ്പോൾ സ്നേഹയോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കണം. ചിലപ്പോൾ ഒരു ഭർത്താവിന് തോന്നാം, ഈ ഭാര്യ ഒട്ടും സ്നേഹിക്കാൻ കൊള്ളുകയില്ല, യാതൊരു ഗുണവുമില്ല, ഒരു കഴിവുകളുമില്ല, ഒന്നുമില്ല. എന്നാലും അങ്ങനെയുള്ള ഒരാളെ ദൈവം തന്നെങ്കിൽ ദൈവം അയാളെ സ്നേഹിക്കുവാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. നേരെ മറിച്ചും ഒരു ഭർത്താവ് ഒന്നിനും യോഗ്യതയില്ല, ഒരു കഴിവുമില്ല, അത് ദൈവം നിനക്ക് തന്നതാണെങ്കിൽ ആ ഭർത്താവിനെ നീ സ്നേഹിക്കണം. ഇവിടെയാണ് ഞാൻ ചെസ്റ്റർട്ടനെ ഒന്ന് ഉദ്ധരിക്കും. സ്നേഹയോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹയോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതിർവരമ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തിൽ മുന്നോട്ട് ചെല്ലണമെന്ന് ഈശോ നമ്മളെ ഒന്നാമതായി പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, കുഷ്ഠരോഗി വിശ്വാസത്തോടെ വന്നു. ഈശോയ്ക്ക് അവനെ ശുദ്ധനാക്കാൻ സാധിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ഈശോ തന്നെ സ്വാഗതം ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇത് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ചിന്തയാണ്. ഈശോയ്ക്ക് നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈശോയുടെ അടുത്തേക്ക് ചെല്ലുവാൻ ആരും ഭയപ്പെടേണ്ടതില്ല. എല്ലാവർക്കും ഈശോയുടെ അടുത്തേക്ക് സന്തോഷത്തോടുകൂടി കടന്നു ചെല്ലുവാൻ സാധിക്കും. ഏത് രോഗവും പാപവും നീക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. അതൊരന്ധമായ വിശ്വാസമാണോ? ആണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അട്ടർ സറണ്ടർ, ആഴമായ വിശ്വാസം. ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറുക്കുക എന്ന് പറയുമ്പോൾ മീൻ പിടിക്കാൻ ബുദ്ധിമുട്ടി സ്ലീഹന്മാർ, പക്ഷെ അവരിറക്കിയപ്പോൾ ഫലം കിട്ടി. ഇതുപോലെ ആഴമായ വിശ്വാസം നമ്മളിൽ ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമുക്ക് അസാധ്യമായവ സാധ്യമാവുന്നത്. എന്ന് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ സ്നേഹപ്രവർത്തനങ്ങളിൽ വിശ്വാസത്തിൻ്റെ വലിയ മാറ്റ്, വലിയ ഒരു ഗുണം ഉണ്ടാവേണ്ടത് ഒരാവശ്യമാണ് എന്ന് അച്ഛൻ എടുത്തു പറയുകയാണ്. മൂന്നാമത്, കുഷ്ഠരോഗി എളിമയോടെ വന്നു. താൻ സൗഖ്യമാക്കൽ ആവശ്യപ്പെടുകയല്ല. കുഷ്ഠരോഗിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങ് മനസ്സാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എന്താണതിൽ പ്രതിഫലിക്കുക? എനിക്ക് യാതൊരു അവകാശവുമില്ല, ഈശോയുടെ കൃപയെ ആശ്രയിച്ചിരിക്കുന്നതാണ് എന്ന് എളിമയോടെ ഏറ്റുപറയുകയാണ്. ഈ എളിമ ഞാൻ അനുകരിക്കണം. പ്രാർത്ഥനയുടെ ഭാഗമായി വാശി പിടിക്കുന്നതും നിർബന്ധ ബുദ്ധി കാണിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാൽ ഇതൊന്നും എനിക്ക് അർഹതപ്പെട്ടതല്ല, എല്ലാം നിൻ്റെ ദാനമാണ് എന്ന മനോഭാവത്തോടുകൂടി, എളിമയോടുകൂടി ഞാൻ ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ എളിമയുള്ള വിശ്വാസം ആഴമായി നമ്മളെ സ്വാധീനിക്കുവാൻ ഇടവരണം എന്നും ഈ വചനഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. നാലാമത്, കുഷ്ഠരോഗി ബഹുമാനത്തോടെ വന്നു. ദൈവത്തെ കാണുന്നു, ബഹുമാനവും ആരാധനാ മനോഭാവവും അവനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയുമാണ് നാം ഈശോയിൽ കണ്ടുമുട്ടുക. ആ മനോഭാവം നമ്മളിലും ഉൾക്കൊള്ളേണ്ടതാണ്. ഞാനിവിടെ കൊണ്ടുവരുന്നത്, നമ്മിൽ ദൈവത്തെ കാണാൻ ലോകത്തിന് കഴിയുന്നുണ്ടോ? നമ്മളിൽ ദൈവത്തെ കാണാൻ ലോകത്തിന് കഴിയുന്നുണ്ടോ? കുഷ്ഠരോഗി യേശുവിൽ ദൈവത്തെ കണ്ടു. നമ്മുടെ അടുത്ത് കടന്നു വരുന്നവർക്ക് നമ്മളിൽ ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ട്. കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? വെരി സിമ്പിൾ. ദൈവം സ്നേഹമാണ്, ഞാനും സ്നേഹത്തിൽ
വളരണം, ഒട്ടേറെ വളരണം. അപ്പോഴാണ് നമ്മളിൽ ദൈവത്തെ കാണുവാൻ സാധിക്കും. അപ്പം നമ്മളിൽ ദൈവത്തെ കണ്ടെത്തുവാൻ മറ്റുള്ളവർക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. എന്നിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ചേട്ടനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഈശോയോട് സംസാരിച്ചതുപോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ചേട്ടനോട് ഇടപെട്ടപ്പോൾ ഈശോയോട് ഇടപെടുന്ന പോലെയാണ് തോന്നിയത്, അല്ലെങ്കിൽ അച്ഛനുമായി ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ എൻ്റെ അടുത്തുള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെയുള്ള തീർച്ചയായിട്ടും നിങ്ങൾ ചിലർക്കെങ്കിലും അനുഭവമുണ്ട് എന്നെനിക്കറിയാം. ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തണം. അതാണ് നമ്മുടെ റോള്. അപ്പം എന്നിൽ മറ്റുള്ളവർ ദൈവത്തെ കണ്ടെത്തണം. അഞ്ചാമത് നമ്മളിവിടെ കാണുന്നത് ഈശോയുടെ കരുണ അവനിലേക്ക് ഒഴുകി. അന്നത്തെ ശാസ്ത്രം അനുസരിച്ച് 6 അടി അടുപ്പത്തിൽ കുഷ്ഠരോഗി വന്നാൽ രോഗം പകരും. ഈ അതിര് കടന്ന് അവനെ സ്പർശിക്കുകയാണ്, അടുത്തു ചെന്ന് അവനെ സ്പർശിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ കരുണ അവനിലേക്ക് ഒഴുകുന്നത് നമുക്ക് തൊട്ടറിയുവാൻ കഴിയുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്യുന്ന രംഗം. ആലിംഗനം ചെയ്തപ്പോൾ ആ കുഷ്ഠരോഗി ഈശോ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും അതിർവരമ്പുകൾ ലംഘിച്ച്, നിയമങ്ങൾ ലംഘിച്ച് അടുത്തേക്ക് ചെല്ലുവാനും സ്നേഹം പങ്കുവെക്കുവാനും കഴിയുമ്പോൾ കർത്താവ് തന്നെ അവിടെ കടന്നു വരും എന്നുള്ളതിന് സംശയമില്ല. ഈശോയ്ക്ക് ആകെ ഒരു നിയമമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിയമം മറ്റൊന്നുമല്ല, ആ സ്നേഹമായിരുന്നു. എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ച് സ്നേഹത്തിൽ ഈശോ അവനോടടുത്തു. ദൈവം അങ്ങനെയാണ്, നമ്മളും അങ്ങനെയാകണം. പല നിയമങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. യഥാർത്ഥ ക്രിസ്ത്യാനി എല്ലാ പതിവുകളെയും അത് ലംഘിച്ച് സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കടന്നു ചെല്ലണം. നല്ല സമറിയാക്കാരൻ ഉപമ എല്ലാവർക്കും അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. സ്വാഭാവിക നിയമങ്ങളൊക്കെ പാലിച്ചിരുന്നെങ്കിൽ അവനെ അവഗണിച്ച് പോകും. പുരോഹിതനും ലേവായനും അവഗണിച്ചു. നല്ല സമറിയാക്കാരൻ അവനെ സ്വീകരിച്ചത് നിയമങ്ങളെല്ലാം വിട്ടിട്ടാണ്. ഇത് പലപ്പോഴും നമ്മളെയും സ്വാധീനിക്കേണ്ടതാണ്. ഇന്നും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? ഇന്നും നമ്മൾ അവഗണനയോടുകൂടി നടന്നു നീങ്ങാറില്ലേ? കൃത്യമായി കൊള്ളക്കാരാക്രമിച്ചു കിടക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അവഗണനയുടെ കയ്പുള്ള അനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന ചിലരെങ്കിലും, തിരസ്കരണത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ ഇല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും ഫോർമാലിറ്റിയും ഡീസൻസിയൊക്കെ നോക്കി അവഗണിക്കുന്ന രീതികളുണ്ടോ? ഓരോരുത്തരും വിലയിരുത്തട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നത് അവയൊക്കെ അത് ലംഘിച്ചുകൊണ്ട് സ്നേഹത്തോടെ കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മളിലൂടെ ദൈവത്തിൻ്റെ കരുണ ലോകത്തിന് ലഭിക്കുന്നുണ്ടോ? എന്താണ് ഈ കരുണ? കരുണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, അർഹതപ്പെടാത്ത സ്നേഹമാണ്. അതാണ് കാരുണ്യം. ദിവ്യ കാരുണ്യം എന്ന് പറയുന്നതാണ് ഒരിക്കലും അർഹതപ്പെടാത്ത ആ സ്നേഹം ദൈവം നമുക്ക് തരുന്നതാണ്. അതാണ് ദിവ്യകാരുണ്യം. അപ്പം നമ്മൾ കൊച്ചു കൊച്ചു കരുണകളായി മാറണം. വലിയ കരുണ ഉൾക്കൊണ്ട നമ്മൾ, ഒരിക്കലും അർഹതപ്പെടാത്ത സ്നേഹത്തിൻ്റെ നിറവ് സ്വീകരിച്ച നമ്മൾ കൊച്ചു കൊച്ചു കരുണകളായി ഈ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ
നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളായി എന്ന് പറയുവാൻ സാധിക്കും. അതിനെനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ വിലയിരുത്തണം. ആറാമത്, ഈശോ വിവേകത്തോടെ പെരുമാറി. ഇതാരോടും പറയരുതെന്ന് അവൻ വിലക്കി. കാരണമുണ്ട്. ഈ അവസരത്തിൽ യഹൂദജനം ഒരു രക്ഷകനെ, അതായത് പലരും ഒരു ശക്തനായ രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ വിവരങ്ങൾ പുറത്തായാൽ സ്വാഭാവികമായിട്ടും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടാവും. ചിലരവനെ പിടിച്ച് ഉടനെ രാജാവാക്കും. എന്നാൽ ഈശോയുടെ ശക്തി സ്നേഹമാണെന്നും താൻ വന്നത് രാഷ്ട്രീയാധികാരം പിടിച്ചടക്കാനല്ലെന്നും ആളുകൾക്ക് സാവധാനം മനസ്സിലാക്കി കൊടുക്കുവാൻ ഈശോ ആഗ്രഹിച്ചു. അതിനാൽ നിശബ്ദത പാലിക്കാൻ പറഞ്ഞു. ഞാൻ പറയുമ്പോൾ എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുവാനല്ലേ ആഗ്രഹിക്കുന്നു. ഓരോ രീതിയിലൂടെയൊക്കെ നമ്മളത് മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. പരസ്യങ്ങളേറെയല്ലേ? ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ആരെയും മനസ്സിൽ കണ്ടുകൊണ്ടല്ല, ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. നാടുനീളെ പോസ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? ഇന്നയാൾ ചെയ്ത കാര്യം, ഇന്നയാളിന് നന്ദി, ഇത്ര ലക്ഷം രൂപ തന്നു, അതിന് നന്ദി. ഇങ്ങനെയുള്ള പബ്ലിസിറ്റി പലപ്പോഴും സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ആത്മീയ രംഗത്തും ഉണ്ടാകുന്നില്ലേ? നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഞാനിവിടെ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവിനെ ഒന്നോർത്തു പോവുകയാണ്. പാലാരൂപതയുടെ അഭിവന്യനായ കല്ലറങ്ങാട്ട് പിതാവ് ഞങ്ങൾ ധ്യാനഗുരുക്കന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടിയ അവസരത്തിൽ ഒരു വാക്ക് പറഞ്ഞു. പ്രിയപ്പെട്ട ധ്യാനഗുരുക്കന്മാരെ, നിങ്ങളുടെ റോള് സ്നാപക യോഹന്നാൻ്റെ റോളാണ്. സ്നാപക യോഹന്നാൻ എല്ലാവരെയും ഈശോയിലേക്ക് നയിച്ചു. ഇതുപോലെ നിങ്ങളും ആരെല്ലാം വന്നാലും അവരെ ഈശോയിലേക്ക് നയിക്കും. നിങ്ങളുടെ അടുത്ത് ആരും വേണ്ട. നിങ്ങളുടെ പബ്ലിസിറ്റി നിങ്ങൾ ആഗ്രഹിക്കരുത്. ഞാൻ മനസ്സിലാക്കുകയാണ്, തീർച്ചയായിട്ടും ആത്മീയ രംഗത്തും ഇന്ന് ധാരാളം പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവർ ഇല്ലേ? അതിനൊരു പ്രാമുഖ്യം നമ്മൾ കൊടുത്തിട്ടില്ലേ? നമ്മൾ ചിലപ്പോൾ അതിന് ചില കാരണങ്ങളൊക്കെ പറയും. എല്ലാവരും ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞേക്കും. എന്നാൽ നമ്മൾ വിലയിരുത്തണം, അങ്ങനെ ഒരു പബ്ലിസിറ്റി നമുക്ക് വേണ്ട എന്ന് കരുതാനുള്ള ആത്മീയത നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ? ഏഴാമതായി ഈശോ കുഷ്ഠരോഗിയെ പുരോഹിതരുടെ അടുത്തേക്ക് വിടുന്നു. ഒരാൾ സുഖമായാൽ ചില കർമ്മങ്ങൾ വേണമായിരുന്നു. ലേവ്യർ 14 അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനാണ് അവനെ അയച്ചത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിലവിലുള്ള ആചാരരീതികളും മറ്റും അവഗണിക്കരുത് എന്ന് പറഞ്ഞാൽ സഭയോട് പറയണം. കൂടാതെ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അന്ന് തനിക്ക് കിട്ടാമായിരുന്ന ചികിത്സ എടുക്കാൻ പറയുകയാണ്. നമുക്കിന്ന് കിട്ടുന്ന ശാസ്ത്രീയ അറിവുകൾ, ചികിത്സകൾ നമ്മൾ അവഗണിക്കരുത്. അതും തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെങ്കിലും ചില സെക്റ്റുകൾ, ചില വിഭാഗങ്ങൾ പറയും, കർത്താവ് എല്ലാം സുഖപ്പെടുത്തുമല്ലോ, അതുകൊണ്ട് ചികിത്സയൊന്നും വേണ്ട. അതൊക്കെ തെറ്റായ ചിന്തകളാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ചികിത്സാ രീതികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരിക്കലും അവ അവഗണിക്കുന്നത് ആത്മീയതയല്ല. അപ്പോൾ എല്ലാ ചികിത്സാ രീതികളിലൂടെയും നമ്മളെ സുഖപ്പെടുത്തുന്നത് ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാനും ആ ദൈവോന്മുഖതയിൽ, ദൈവപരിപാലനയിൽ വിശ്വസിക്കുവാനും നമുക്ക് കഴിയണം. അല്ലാതെ വെറുതെ ഒരു ഫാഷന് അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിവേകത്തോടെ പെരുമാറുവാൻ
ഈശോ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം വിശ്വാസത്തോടെ നമ്മൾ ചെയ്യണം എന്നാണ് ഈശോ പറയുന്നത്. ഒരു വശത്ത് പരിശ്രമം വേണം, വിശ്വാസവും വേണം. രണ്ടും ഒന്നിച്ചു പോകണം. നമ്മൾ പറയില്ലേ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. വിശ്വാസത്തോടൊപ്പം തന്നെ പ്രവർത്തനവും ഉണ്ടാവണം. അങ്ങനെ യഥാർത്ഥ ആധ്യാത്മികതയിലേക്ക് കടന്നു വന്ന് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുവാൻ ഈ സംഭവം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അതിന് നമുക്കേവർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥനാ നിരതരാവാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈ രംഗം ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് വെച്ചുകൊണ്ട് അങ്ങയുടെ വലിയ സ്നേഹത്തെപ്പറ്റി, ആ കുഷ്ഠരോഗിയിൽ കണ്ട വിശ്വാസത്തെപ്പറ്റി, എളിമയുള്ള വിശ്വാസത്തെപ്പറ്റി അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് സഹോദരങ്ങളിലേക്ക് സ്നേഹത്തോടെ കടന്നു ചെല്ലുവാൻ, ആഴമായ വിശ്വാസത്തോടു കൂടി അങ്ങയെ സമീപിക്കുവാൻ, അങ്ങനെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിസ്വാർത്ഥതയോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപാവരങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കൃപയിൽ എപ്പോഴും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.